My dear subscribers and viewers, welcome back to my YouTube channel. ഇന്ന് കുറച്ച് ലിപ് ഗ്ലോസസിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ L80ൻ്റെ OMG ലിപ് ഗ്ലോസസ്. അപ്പോൾ ഇനി വിൻ്റർ സീസൺ ഒക്കെ വരാൻ പോവാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നി ഇനി ലിപ് ഗ്ലോസസ് കുറച്ച് നാൾ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നൈക്കി എന്ന് മേടിച്ചതാണ് ഇത്രയും. അപ്പോൾ അതിലുണ്ടായിരുന്ന അവൈലബിൾ ആയിട്ടുള്ള 7 കളേഴ്സ് ഞാനിവിടെ മേടിച്ചിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. 3-4 ദിവസമായിട്ടുണ്ട് ഇതൊക്കെ വന്നിട്ട്. ഇതുവരെയൊക്കെ ഞാനൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്കിത് ഓരോ ഷെയ്ഡ്സ് ആയിട്ട് ഈ വീഡിയോയിൽ തന്നെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് റിവ്യൂ പറയാമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ താല്പര്യമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം OMG ലിപ് ഗ്ലോസസ്. ഇനി ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 175 റുപ്പീസാണ്. ഞാനത് മേടിക്കുന്ന സമയത്ത് എനിക്ക് ഓഫറിന് കിട്ടിയതാണ്. ഒരെണ്ണത്തിന് 105, അത് 110 ആണോന്ന് അറിയില്ല. എന്തായാലും ഒരു 110ൻ്റെ ഉള്ളിൽ അങ്ങനെ ഓഫറായിട്ട് കിട്ടിയതാണ്. അപ്പോഴാണ് ഞാൻ ഈ 7 കളേഴ്സ് മേടിച്ചത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഷെയ്ഡ് നോക്കാം. ഫസ്റ്റ് ഷെയ്ഡ് ഒരു 2-3 ന്യൂഡ് കളേഴ്സ് ഉണ്ട്. അതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3 ന്യൂഡ് ഷെയ്ഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അങ്ങനത്തെ 3 ന്യൂഡ് ഷെയ്ഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഹണീഡ് ഹഷ് എന്ന് പറയുന്ന ഒരു കളറാണ്. ഹണീഡ് ഹഷ് ഇതാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതാണ് കളർ കേട്ടോ. ഇതാണ് ഈ കളറ്. നല്ല ഷെയ്ഡാണ്, നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. ഇത് വന്നിട്ട് ഒരു അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് ഒരു ഹണി കളർ തന്നെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എന്നാലും കുഞ്ഞൊരു പീച്ച് ഷെയ്ഡ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ എങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഹണി പോലെ തന്നെയാണ് അപ്ലൈ തോന്നിയത്. നല്ല ന്യൂഡ് ഷെയ്ഡാണ്. ജസ്റ്റ് ഒരു ലിപ് ബാം അപ്ലൈ ചെയ്ത പോലെ തന്നെയാണ് സ്കിന്നിൽ തോന്നുന്നത്. പിന്നെ ഈ ബ്രഷ്, ഇതിൻ്റെ ബ്രഷ് വന്നിട്ട് നമ്മുടെ മാറ്റ് ലിക്വിഡിൻ്റെ അതിൻ്റെ അങ്ങനത്തെ ബ്രഷ് അല്ല, വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ബ്രഷ് ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടുമില്ല. സോ അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിൻ്റെ ചെറിയൊരു പരിചയക്കുറവ് എനിക്കുണ്ട്. അതുകൊണ്ട് അപ്ലൈ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് നമുക്ക് എന്താ പറയുക, അപ്ലൈ ചെയ്ത് അത് ശീലമാവും. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു മിററിലൊക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഹണീഡ് ഹഷ് കേട്ടോ. ഇതാണ് ഹണീഡ് ഹഷ് ഷെയ്ഡ്. ഇതിങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് വൈപ്പ് ചെയ്യുമ്പോഴേക്കും പോകുന്നുണ്ട്. പിന്നെ ഇതിങ്ങനെ ഗ്ലോസി ലിപ്സ്റ്റിക്സ് ആയതുകൊണ്ട് കൈമലൊക്കെ പറ്റും. നമ്മളിപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഗ്ലാസ്സുമ്മലൊക്കെ ആവും. അതൊക്കെ എന്താ പറയുക, മാറ്റ് പോലെയല്ല. അങ്ങനെ ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഗ്ലോസിക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂഡ് ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡിൻ്റെ പേര് പീച്ചി പി എന്നാണ്. പക്ഷേ ഇതെനിക്ക് തോന്നിയത് കണ്ടപ്പോൾ പീച്ച് കളറാണ്. പക്ഷേ എനിക്കൊരു ലൈറ്റ് പിങ്കും കൂടി മിക്സ് ചെയ്ത പോലത്തെ ഒരു കളർ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്ലൈ ചെയ്യാം. ഓ, ഒരു കൊള്ളാം. പക്ഷെ നല്ല ഹൈലൈറ്റഡ് ആണ് ഈ കളർ. നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കളറാണ്. നോർമലി ഞാൻ ചെയ്യാറുള്ളത്, ഇങ്ങനത്തെ ഗ്ലോസസ് അപ്ലൈ ചെയ്താൽ ഞാൻ ചെയ്യാറുള്ളത് ഇതുപോലെ ഇങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എക്സ്ട്രാസ് ഉള്ള ആ ഒരു ഭയങ്കര ഗ്ലോ ആയിട്ട് നിൽക്കുന്ന ഇതൊക്കെ ഒന്ന് ഇതിലൊന്ന് കുറഞ്ഞു കിട്ടും. ഇങ്ങനെയാണ് ഫസ്റ്റ് ലെയർ ഞാൻ അപ്ലൈ ചെയ്യാറ്. ഇപ്പോൾ അതിൻ്റെ വളരെ ലൈറ്റ് ഷെയ്ഡാണ് ചുണ്ടുമ്പോൾ കിടക്കുന്നത്. എന്നിട്ട് പിന്നെ ഒന്നും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടെ അപ്ലൈ ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ ഒപ്പി കൊടുക്കുകയാണ് ചെയ്യാറ്. അങ്ങനെയാണ് ഞാൻ സാധാരണ എൻ്റെ സ്കിന്നിന് ഈ കളേഴ്സൊക്കെ മാച്ച് ചെയ്ത് എടുക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊരു പെർഫെക്റ്റ് ന്യൂഡ് ഷെയ്ഡായിട്ട് തോന്നുന്നുണ്ട്.
ഇതൊന്നും കൂടി റീഅപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹൈലൈറ്റഡ് ആയിട്ടാണ് തോന്നുന്നത്. എന്നാൽ ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം, കാരണം ഇതിൻ്റെ ഒറിജിനൽ കളറ് ആണല്ലോ കാണിക്കേണ്ടത്. കുറച്ച് കൂടുതലാണേ, ഒന്ന് ഒപ്പി കൊടുക്കണ്ടേ. ഓക്കെ, ഇപ്പോൾ കൊള്ളാം. ഇതാണ് PGP. കളർ നെക്സ്റ്റ് കളർ വന്നിട്ട് ബ്രൗണി ബേബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രൗൺ ഷെയ്ഡാണ്. ബ്രൗൺ ഷെയ്ഡ് ഇതിൽ നമുക്ക് ഒരൊറ്റ എണ്ണേ ഉള്ളൂ, ഒരൊറ്റ ബ്രൗൺ ഷെയ്ഡായിട്ടാണ് വരുന്നത്. അതെനിക്ക് ആദ്യം കണ്ടപ്പോൾ എനിക്കിത് അത്ര നല്ല ഒരു കളറായിട്ട് എനിക്ക് തോന്നിയില്ലായിരുന്നു. നമ്മുടെ ഈ മാവേടെയൊക്കെ പോലെ ഒരു കളർ ഷെയ്ഡായിട്ടാണ് തോന്നിയത്. പക്ഷെ നമുക്ക് എന്താ പറയുക, വെബ്സൈറ്റിൽ നോക്കുമ്പോൾ നല്ല കളറായിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് ഇത് ഞാൻ വാങ്ങിച്ചത്. ഇനിയിപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാനത് ഇതൊന്ന് എടുത്തിട്ട് ബോട്ടിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇതും ഇങ്ങനെ വടിച്ച് എടുക്കുന്നില്ല, ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. നോട്ട് ബാഡ്. കൊള്ളാട്ടോ, നല്ല ഷെയ്ഡാണ്. ഞാൻ ഒരു ഡൾ ഷെയ്ഡാണെന്നാണ് വിചാരിച്ചത്, കാണുമ്പോൾ അങ്ങനെ തോന്നിയത്. കാരണം ബ്രൗൺ ഷെയ്ഡ്സ് ഒന്നും എല്ലാവർക്കും മാച്ച് ആവണമെന്നില്ല. പക്ഷെ ഈ കളറ് എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു ന്യൂഡ് ഷെയ്ഡ് ഫീലാണ് വരുന്നത്. കൊള്ളാം, കുഴപ്പമില്ല, നല്ല ഷെയ്ഡായിട്ടാണ് വരുന്നത് കേട്ടോ. നല്ലൊരു ബ്രൗൺ ഷെയ്ഡ്. ഇത് ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ ലൈറ്റ് ബ്രൗൺ ആയിട്ടാണ് കാണുന്നത്, നല്ല ന്യൂഡ് ഷെയ്ഡായിട്ടാണ് കാണുന്നത്. നല്ല കളറാണ്. അപ്പോൾ ഇതിലുള്ള ന്യൂഡ് ഷെയ്ഡ്സ് കഴിഞ്ഞു. ന്യൂഡ് ഷെയ്ഡ്സ് മീൻസ് അത് ന്യൂഡെന്ന് പറഞ്ഞിട്ടുള്ളതല്ല, എനിക്ക് ന്യൂഡ് ഷെയ്ഡ്സ് ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ അങ്ങനെ കാണിച്ചു തന്നതാണ്. ഇനി വേറെ 3 കളേഴ്സും കൂടെ നോക്കാം. കണ്ടോ, ഇനി നല്ലൊരു പിങ്ക് ഷെയ്ഡ് കാണാം. പിങ്ക് എ ലീഷ്യസ്. നമ്മുടെ ഈ ചോക്കുമിഠായിയൊക്കെ ഉണ്ടാവില്ലേ, പൂരപ്പറമ്പിലൊക്കെ ഇരിക്കുന്ന ചോക്കുമിഠായി, ആ കണക്കാണ് ഇരിക്കുന്നത്. നല്ല പിങ്കാണ്. നല്ല പിങ്ക് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ പിങ്ക് ഇഷ്ടപ്പെടുക. ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പിങ്കാണ്. ട്രാഫിക് പിങ്ക് എന്നൊക്കെ ഇതിന് പേരുണ്ടോയെന്ന് അറിയില്ല, ട്രാഫിക് റെഡ് എന്നൊക്കെ കേൾക്കുന്ന പോലെ. കാരണം അത്രയും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ കളറാണ്. കുട്ടികളൊന്നും കണ്ടാൽ വിടില്ല ഇങ്ങനത്തെ കളറൊക്കെ. അപ്ലൈ ചെയ്ത് നോക്കാം. വാങ്ങിച്ചപ്പോൾ ആ ഒരു ഫ്ലോവിന് ഒരു 7 കളർ വാങ്ങിച്ചെന്നേ ഉള്ളൂ. ഡ്രസ്സിനൊക്കെ മാച്ചായിട്ട് ഇടാം. നോക്കട്ടെ, അപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക്. ഞാൻ വിചാരിച്ചത്ര ബോറല്ല കേട്ടോ. ഈ പറഞ്ഞതുപോലെ ടിഷ്യൂ പേപ്പർ കൊണ്ടൊക്കെ ഒന്ന് ഒപ്പിയെടുത്തിട്ട് നമുക്ക് മാച്ച് എങ്ങനെയാണോ അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ഫസ്റ്റ് അപ്ലൈ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ആപ്ലിക്കേഷൻ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. കുഴപ്പമില്ല, അപ്ലൈ ചെയ്യാം. ശരിയാണ് ചേട്ടാ. പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ, അത് ചുണ്ടുമെന്ന് പെട്ടെന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ റീഅപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ഷെയ്ഡിൻ്റെ പേര് റോസ് ഓൾ ഡേ. നല്ല റെഡാണ്, നല്ല റെഡ് ഷെയ്ഡാണ്. ഇതിൽ കാണുമ്പോൾ കുറച്ചും കൂടി ബ്രൈറ്റ് റെഡായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇത്രയും ബ്രൈറ്റ്നെസ് ഇല്ല, ഒരു പൊടിക്ക് ബ്രൈറ്റ്നെസ് കുറയും. അതുപോലെ എന്താ പറയുക, അത്ര ഒരു ഹൈലൈറ്റഡ് റെഡ് എന്നും പറയാൻ
ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതാണ്, ഇങ്ങനെയാണ് ഷെയ്ഡ് വരുന്നത്. അപ്ലൈ ചെയ്ത് നോക്കാം ഹൈലൈറ്റഡ് ആണോ അല്ലയോ എന്നൊക്കെ. ബ്ലഡിൻ്റെ കളർ പോലെ തോന്നുന്നു. ഇത് മറ്റ് ലിപ് ഗ്ലോസസ് കണ്ട പോലെയല്ല, ഇത് കുറച്ച് ഡേഞ്ചറസ് ആണ്. ഇത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കളറാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് പോകാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുത്തിട്ട് വേണം പോകാനായിട്ട്. പിന്നെ ഇത് എന്താ പറയുക, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ചേരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ചേരുന്നു എന്ന് തോന്നുന്നില്ല. ഇതിൻ്റെ മേലെ വേറെ എന്തെങ്കിലും ഷെയ്ഡ്സൊക്കെ അപ്ലൈ ചെയ്ത് മിക്സ് ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭംഗിയാവും എന്നൊക്കെ തോന്നുന്നത്. ഭയങ്കര ബ്രൈറ്റ് റെഡ് പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. ഈ നമ്മുടെ ഈ ഡ്രാമയിലൊക്കെയുള്ള ആക്ട്രസുകളൊക്കെ ഇടില്ലേ, ഹീറോയിൻസൊക്കെ ഇടുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. എത്ര അകലെ നിന്നാലും നമ്മളെ കാണാൻ പറ്റും, അങ്ങനത്തെ ഒരു ഷെയ്ഡായത്. ഇത് ലൈറ്റായിട്ടൊന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് തൊട്ട് നോക്കാം. ഇതായിരുന്നു ആ റെഡ്. ഇട്ടപ്പോൾ നന്നായിട്ട് പരന്നിട്ടുണ്ടായിരുന്നു. സോ അത് കാരണം കൊണ്ട് ഇതാണ് ആ റെഡ്. ഇപ്പം അത് പോവുകയും ചെയ്തു. ഞാനിപ്പോൾ ഇട്ടതൊക്കെ ഒറ്റ ഒപ്പലിൽ ഇത് എല്ലാം പോന്നു. വളരെ ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡായിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഇതെന്താന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ എങ്ങനെ ഇട്ട് കഴിഞ്ഞാലും മായ്ക്കുമ്പോൾ കംപ്ലീറ്റ് പോകുന്നുണ്ട് കേട്ടോ. മാറ്റ് പോലെയല്ല. മാറ്റ് ആകുമ്പോൾ മാറ്റ് ലിപ്സ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മളിത് റിമൂവ് ചെയ്ത് കളഞ്ഞാലും ജസ്റ്റ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കളഞ്ഞാലും അതിൻ്റെ ഒരു ഷെയ്ഡ് നിൽക്കും. അതുപോലെ എങ്ങനെയൊക്കെ റിമൂവർ ഇട്ട് കളഞ്ഞാലും അതിൻ്റെ ഒരു ഷെയ്ഡ് ചുണ്ടുമ്പോൾ നിൽക്കും. പലപ്പോഴും ഞാൻ ഓവർനൈറ്റൊക്കെയാണ് മേക്കപ്പൊക്കെ റിമൂവ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് കിടക്കാറ്. പക്ഷെ കാലത്ത് എണീക്കുമ്പോൾ അതിൻ്റെ ഷെയ്ഡ് അപ്പോഴും ചുണ്ടുമ്പോൾ ഉണ്ടാവും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ജസ്റ്റ് വെറുതെ ഒരു എന്താ പറയുക, ഒരു പ്ലെയിൻ ഒരു ഡ്രൈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കളഞ്ഞാലും ഇത് പോകുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് അമർത്തി തുടക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഇനി പൊട്ടിയില്ല. ലാസ്റ്റ് ഷെയ്ഡാണ്. ലാസ്റ്റ് ഷെയ്ഡ് മീൻ 6th ഷെയ്ഡാണ്. കാരണം 7th ഷെയ്ഡ് എന്ന് പറയുന്നത് ട്രൂത്ത് ഓർ ബെയർ എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് ഷെയ്ഡ് തന്നെയാണ്. അത് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാനേ ഉള്ളൂ. അതിങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊന്നുമില്ലല്ലോ. ജസ്റ്റ് ട്രാൻസ്പെറൻറ്റ് ഷെയ്ഡ്, നമ്മുടെ ചുണ്ടിൻ്റെ കളർ ഏതാണോ അത് കാണും, അത്രേ ഉള്ളൂ. ഇനി ഒരു വൈൻ ഷെയ്ഡാണേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡ്, ഇതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഷെയ്ഡാണ്. വിക്കഡ് വൈൻ എന്നാണ് ഷെയ്ഡിൻ്റെ പേര്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണുള്ളതെന്ന് ഇനി നോക്കാം. ആ ഒരു ഇഷ്ടം പോവോ എന്നൊക്കെ നോക്കാം. വാവ്, നല്ല ഷെയ്ഡ്. നല്ലൊരു എന്താ പറയുക, പർപ്പിൾ മിക്സ് ഷെയ്ഡ് പോലെയൊക്കെ തോന്നുന്നു എനിക്ക്. ഓ, നൈസ്, ഫാന്റാസ്റ്റിക് ഷെയ്ഡ്. എനിക്ക് 7 എണ്ണത്തിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് സ്യൂട്ടാവുമെന്ന് തോന്നുന്ന ഒരു ഷെയ്ഡാണ് ഈ വൈൻ ഷെയ്ഡ്. അല്ലെങ്കിലും എൻ്റെ ഒരു സ്കിൻ കളറിന് വൈൻ ഷെയ്ഡ്സ്, ബെറി ഷെയ്ഡ്സ് ഒക്കെ നല്ല മാച്ചാണ്. ഇതിൽ നമുക്ക് വേറെ ബെറി ഷെയ്ഡ്സ് ഒന്നും അവൈലബിൾ അല്ല. ഉള്ള ഏക ഒരു വൈൻ ഷെയ്ഡാണ് ഈ വിക്കഡ് വൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഒത്തിരി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. അതുപോലെ തന്നെ ഒത്തിരി എന്താ പറയുക, ഡൾ ഷെയ്ഡും അങ്ങനെയും പറയാൻ പറ്റില്ല. ഒരു 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 നോർമൽ, അല്ലെങ്കിൽ ഒരു എല്ലാ കളറിനും എല്ലാവർക്കും ചേരുന്ന കളറാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ ഡ്രസ്സിനും എല്ലാ സ്കിൻ കളറിനും ചേരുന്ന
ഒരു കളറായിട്ടാണ് എനിക്ക് ഈ കളർ തോന്നുന്നത്. ലാസ്റ്റ് പറഞ്ഞത് എന്തായാലും നന്നായി. എല്ലാം കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ് ലാസ്റ്റ് കിട്ടി. ഓക്കെ, വിക്കഡ് വൈൻ. ഇതാണ് വിക്കഡ് വൈൻ്റെ ഷെയ്ഡ്. ഇങ്ങനെ നോക്കൂ, നല്ല ഷെയ്ഡ്സാണ്, എല്ലാം നല്ല ഷെയ്ഡ്സാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഷെയ്ഡാണ്, വിക്കഡ് വൈൻ. അപ്പോൾ ഇത്രയും ഷെയ്ഡ്സാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.